മോർണിംഗ് ഗൈസ്. മോർണിംഗ് അല്ല, ഉച്ചയായി. ഇന്നലെ വൈകിട്ട് കൂട്ടുകാരൻ്റെ വീട്ടിൽ വന്നായിരുന്നു, അരുണിൻ്റെ വീട്ടിൽ വന്നായിരുന്നു. അപ്പോഴത്തേനും സെൽബിയാണ് സ്ഥലം. ഇവിടെ കാണാനൊക്കെ അത്യാവശ്യം അടിപൊളി സ്ഥലമാണ് കേട്ടോ. അപ്പോൾ നേരെ ഇവൻ്റെ സ്ഥലത്തോട്ട് വന്നാൽ കാണാൻ വേണ്ടി എഴുന്നേറ്റപ്പോൾ കുറച്ച് ലേറ്റായി. നല്ല കിടന്നപ്പോഴത്തേനും ഏതാണ്ട് ഒരു 3:30 സംതിങ് കഴിയാപ്പോഴാണ് ഉറങ്ങിയത്. പിന്നെ നല്ല സുഖമുള്ള കട്ടിലായതുകൊണ്ട് ആ സുഖത്തിലൊന്നും തുടങ്ങിപ്പോയി. പക്ഷെ ഇവൻ താമസിക്കുന്ന ഈ വീട് ഒരു രക്ഷ കേട്ടോ. ഭയങ്കര സെറ്റപ്പ് ആംബിയൻസാണ്, വണ്ടറിടാൻ വേണ്ടി. എനിക്കാണെങ്കിൽ ഇങ്ങനെയുള്ള ആംബിയൻസിലോട്ടൊക്കെ ഇങ്ങനെയുള്ള ആംബിയൻസിൽ നിൽക്കാനാണ് ഇഷ്ടം. ചുറ്റും ആരുമില്ല, ഇതുണ്ടോ, ഇതിങ്ങനെ ജസ്റ്റ് നമ്മൾ ജനൽ തുറന്നു കഴിയുമ്പോഴത്തേനും പുറേ ഇങ്ങനെ ഒരു വ്യൂ ഒക്കെ കിട്ടുന്നത് ഭയങ്കര രസമല്ലേ. അത്യാവശ്യം വലിയ റൂമാണ്, പക്ഷേ റൂമൊക്കെ ഇച്ചിരി മെസ്സാക്കിയിട്ടാണ്. വോയിസ് അറിയാലോ, ഞങ്ങളിങ്ങനെ കയറി കഴിഞ്ഞാൽ റൂമൊക്കെ ശകലം മെസ്സാക്കിയിടും. ചെറുതായിട്ട് മെസ്സാക്കി ഇട്ടൊക്കെ വേണം. ജസ്റ്റ് നമുക്കൊന്ന് പുറത്തൊന്ന് പോയിട്ട് ഞാൻ നിങ്ങളെ പുറത്തെ കാഴ്ചകൾ കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ ഇവൻ്റെ കൂടെ 2 ചെരുപ്പുണ്ടെന്ന് വിചാരിച്ച് ഞാൻ ചെരുപ്പ് എടുത്തില്ല, ഷൂ മാത്രം ഇട്ടുണ്ടോ വന്ന്. അപ്പം ഇതടുത്ത് നടക്കുന്നതിന് നമുക്ക് ഷൂട്ടോട് നടക്കാം. അത്യാവശ്യം ഒരു വലിയ വീടാണ് കേട്ടോ. ഒരു ബിഷപ്പിൻ്റെ വീടാണ്, ബിഷപ്പ് വീടിൻ്റെ വീടാണ്. ബിഷപ്പ് എന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ, ഇവിടെ ഈ ഏരിയയിൽ മൊത്തം അറിയപ്പെടുന്ന ഒരാളാണ് ബിഷപ്പ്. അതായത് ഈ ഏരിയ മൊത്തം ഒരു അവരുടെ അണ്ടറിലായിരിക്കും. നാട്ടിലങ്ങനെയാണ്, പക്ഷെ ഇവിടെ എങ്ങനെയാണെന്ന് അറിയത്തില്ല. റൂമിൻ്റെ പുറത്തിറങ്ങി ഇതാണ് റൂം. എടാ അരുടെ ഇത് ബിഷപ്പിൻ്റെ വീടല്ലായിരുന്നോ? ബിഷപ്പല്ലേ, ബിഷപ്പ് ഈ വീട് ബിഷപ്സ് ഹൗസ്. ഓക്കെ കേട്ടോ, ബിഷപ്സ് ഹൗസാണിത്. അപ്പം ഇതുണ്ട്, ഈ സ്റ്റെപ്പൊക്കെ ഉണ്ടോ, ഇവിടെ കുറേ റൂമൊക്കെ ഉണ്ട് കേട്ടോ. 1 2 2 ടോയ്ലറ്റ് കേട്ടോ, 3 ഭയങ്കര സെറ്റപ്പ് കേട്ടോ. വലിയ കട്ടൺ. ഇങ്ങനെ ഇവിടെ ഒരു വീട്, ഒരു ബിഷപ്പിൻ്റെ വീടാണിത്. ഇത്ര മുറികളോട് കൂടിയൊരു വീട് എന്നാ അല്ലേ, സീന. ഇവിടെ പിന്നെ സായിപ്പുമാരൊക്കെ താമസിക്കുന്നുണ്ടോ, സായിപ്പ് സൊള്ളിതാണ് ഹൗസ്. ചെറിയൊരു ബാത്റൂമൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ചെറിയൊരു കോമൺ ഏരിയ, റൂമല്ല, ജസ്റ്റ് ഒരു കോമൺ ഏരിയ. അടിപൊളിയല്ലേ. അതുപോലെ തന്നെ വേറെ ഇതെങ്ങനെയുണ്ട് മോനെ, അതുപോലത്തെ തീയറ്റ ഫയറിടുന്ന സ്ഥലം കേട്ടോ. ഫയറിടുന്ന ഭയങ്കര വലിയ കാണാം കേട്ടോ. പക്ഷേ എൻ്റെ പുറത്ത് നോക്കിയാൽ നമുക്ക് ഒരു ബാക്ക് ഗാർഡാണ്. നമുക്ക് ബാക്ക് ഗാർഡുണ്ട്, ഫ്രണ്ടിലോട്ട് ഒരു സ്ഥലമുണ്ട് കേട്ടോ. ഭയങ്കര സെറ്റപ്പ് കേട്ടോ. കിച്ചണൊക്കെ ആയാലും, കിച്ചണൊക്കെ ഞങ്ങൾ ഇന്നലെ ഇച്ചിരി ഇതാക്കി ഇട്ടേക്കുവാണ്. കിച്ചണാണ് ഇച്ചിരി മെസ്സേജ് കിട്ടണം. പിന്നെ ഇതൊരു കിച്ചണാണ്, ഇന്നൊരു യൂസ് ചെയ്തിട്ട് പോകണം. കിച്ചൺ ഭയങ്കര രസമാണ് കേട്ടോ. ഇവിടെ വന്നിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും കേട്ടോ. എനിക്കിങ്ങനെ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ ശാന്തി സമാധാനമായിട്ട് ആരും വരാത്തൊരു സ്ഥലത്ത്. തുറക്കുന്നില്ല. ഇത്ര തുറന്നായിരുന്നല്ലേ, തുറക്കാൻ പറ്റുന്നില്ല കേട്ടോ. പൊക്കിയിട്ട് വേണം തുറക്കാൻ. തുറന്നിരിക്കുന്നത് ഭയങ്കര ടൈറ്റായിട്ടിരിക്കുന്നത്, തുറക്കാൻ വരുന്നത്. ഏതാണ്ട് അടിപൊളിയല്ലേ. ഇത് ഭയങ്കര തണുപ്പാണ് കേട്ടോ. പിന്നെ ഞാൻ അകത്ത് വീടിനകത്ത് ഹീറ്ററും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നൈസാണ്. ഇവിടെ അടിപൊളിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പറഞ്ഞു വന്നാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെയുള്ള ഈ ഏരിയയിൽ ഇങ്ങനെ സ്വന്തമായിട്ട് ഇങ്ങനെ വീടൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കുന്നതൊക്കെ പരിപാടിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടി ആയതുകൊണ്ട്. ഇത് വീടിൻ്റെ ബാക്കാണ് കേട്ടോ, ഫ്രണ്ടല്ല. ഇത് ജസ്റ്റ് ബാക്കാണ് വീടിൻ്റെ. അടിപൊളി സെറ്റപ്പ് കേട്ടോ. അയ്യോ, 100 വർഷം പഴക്കമുള്ള വീടാണ്. കണ്ടാൽ പറയോ, 100 വർഷം പഴക്കമുള്ള വീടത്. കണ്ടാൽ പറയത്തില്ലല്ലേ.
അടിപൊളി കേട്ടോ. അയ്യോ തിരിച്ച് കയറിയിരിക്കും, ഭയങ്കര തണുപ്പാണ്. അപ്പോൾ ഈ വീടിൻ്റെ വിശേഷം ഇതൊക്കെ കേട്ടോ. 100 വർഷം പഴക്കമുള്ള വീടാണ് കഴിച്ചത്. പിന്നെ ഇവിടെ ഇങ്ങനെ കയറി അടുക്കള വഴി നോക്കി ഇങ്ങനെ കയറി തിരിച്ച് പൊക്കത്തൊരു ഇതാണ് വീടിൻ്റെ ഫ്രണ്ട്. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് കാണിച്ചു തരാം കേട്ടോ. തണുപ്പാണ്, കുഴപ്പമില്ല, കാണിച്ചു തരാം. വീടിൻ്റെ പുറകാണ് അതിൻ്റെ രസം. ഒന്നുകൂടെ വീടിൻ്റെ ഫ്രണ്ട് കാണാൻ അത്രയ്ക്ക് ഗുമ്മില്ല. ഞാൻ കണ്ടിട്ട് എനിക്ക് അത്രയ്ക്ക് ഗുമ്മായിട്ട് തോന്നിയില്ല വീടിൻ്റെ ഫ്രണ്ട്. തുറക്കാനില്ലത്, കുറച്ച് പാട് തുറക്കാൻ. അയ്യോ ഇതുണ്ടോ, വീടിൻ്റെ ഫ്രണ്ട് നല്ല ഗ്രൗണ്ടൊക്കെ ഉണ്ട് കേട്ടോ. ഫുട്ബോളൊക്കെ അടിക്കാം. ഇതാണ് വീടിൻ്റെ ഫ്രണ്ട്. പക്ഷേ വീടിൻ്റെ ബാക്കാണ് രസം. ഇവിടുത്തെ മിക്ക വീടുകളിലും ഇങ്ങനെ തന്നെ കേട്ടോ. വീടിൻ്റെ ബാക്കുകൾ കാണാനിരിക്കും രസം, ഫ്രണ്ടുകൾ കാണാൻ അത്ര രസം കാണത്തില്ല. ഭയങ്കര തണുപ്പായിട്ട് അധികം നേരം എനിക്ക് പുറത്തിറങ്ങി നിൽക്കാൻ പറ്റത്തില്ല. അയ്യോ ചത്ത പോകും. തണുപ്പത്ത് വെറുതെ ഇങ്ങനെ ചാവുന്നത്. നമുക്ക് റൂമിലോട്ട് തന്നെ പോകാം. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് റൂം പോകാം. അപ്പം പുറത്തോട്ട് പോകുന്ന വീഡിയോ നിങ്ങൾ കാണിക്കുന്നതായിരിക്കും. അപ്പം ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. കാര്യം ഇതൊരു ചെറിയൊരു ഹോം ടൂർ എന്നായിരുന്നു എനിക്കറിയാം. പക്ഷെ എന്നാലും എനിക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഞങ്ങൾ കാണിച്ചതേ ഉള്ളൂ. ഞാൻ കാണുന്ന കാഴ്ച നിങ്ങളെ കൂടെ കാണിക്കണ്ടേ, അതല്ലേ എൻ്റെ ഒരു ശരി അല്ലേ? അതാണ് അതിൻ്റെ ശരി. അപ്പോഴത്തേനും ആ ഒരു കാഴ്ചകൾ ഇറങ്ങിയിരിക്കുന്നു. ഇനി പുറത്ത് പോകുന്ന വേറെ കാഴ്ചകളാണ്. അത് എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കാം കേട്ടോ. എടുക്കാൻ പറ്റുമെങ്കിലല്ല, മാക്സിമം നോക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. ബൈ അല്ല കേട്ടോ, ഇപ്പോൾ വരും. ശരിയെന്ന് അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ടാറ്റാ.